HSA മാത്തമാറ്റിക്സ് ഇൻ്റർവ്യൂവിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ന് നോക്കാം. കണ്ടിന്യൂറ്റി എങ്ങനെ ഒരു കുട്ടിയിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ ഒരു ടീച്ചർ അതിനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഇതായിരുന്നു ഒരു ടീച്ചറോട് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് കണ്ടിന്യൂറ്റി നമുക്കൊരു കുട്ടികളിലേക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എത്തിക്കുക എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു എക്സാമ്പിൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉള്ള ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂറ്റിയിലേക്ക് എത്തിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഈ സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്നവരാണ്, അല്ലേ, യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് ബഫർ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിലോട്ട് പോകും. നമുക്ക് അവിടെ ഒരു സ്മൂത്ത്നെസ് നമുക്ക് എന്ത് ചെയ്യില്ല, ഫീൽ ചെയ്യില്ല, അല്ലേ. അവിടെ എന്ത് വന്നു, ആ ബഫർ ചെയ്തപ്പോൾ നമുക്കൊരു ബ്രേക്ക് വന്നു. അങ്ങനെ ഒരു ബ്രേക്ക് വന്നതിനെയാണ്, അല്ലേ, നമുക്ക് നമ്മുടെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു. നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ബഫർ ചെയ്തപ്പോൾ അത് നമ്മുടെ ഡിസ്കണ്ടിന്യൂസ് ആണ്, അല്ലേ, അവിടെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു. നമ്മൾ സ്മൂത്തായിട്ട് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു ബഫറിങ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ബ്രേക്ക് വന്നു, ഡിസ്കണ്ടിന്യൂറ്റി വന്നു. അങ്ങനെ കുട്ടികളിലേക്ക് നമുക്ക് കണ്ടിന്യൂസ് ഡിസ്കണ്ടിന്യൂസ് എന്നുള്ളൊരു എത്തിക്കാം. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മാത്സിലുമുണ്ട് ഇതുപോലെ കണ്ടിന്യൂസും ഡിസ്കണ്ടിന്യൂസും എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഗ്രാഫ് വഴി നമുക്ക് ഒന്നുകൂടെ കാണിച്ചു കൊടുക്കാം, അല്ലേ. അവരോട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രാഫും അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രാഫും നമുക്ക് വരച്ചു കൊടുക്കാം. y=x² കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രാഫ് വരച്ചു കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യുക, വെറുതെ ജസ്റ്റ് ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഗ്രാഫും വരച്ചു കൊടുത്ത് ഇതിൽ നിന്നും ആശയം കുട്ടികളിലേക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് അവരോട് പറയാം, നമ്മുടെ ഒരു ബ്രിഡ്ജ് നോക്കുകയാണെങ്കിൽ ബ്രിഡ്ജിൻ്റെ രണ്ട് എൻഡ് എന്ന് പറയുന്നത് എക്സും വൈയും, അല്ലേ. രണ്ട് എഡ്ജുകൾ എക്സും വൈയും ആണെങ്കിൽ നമ്മൾ ആ ബ്രിഡ്ജ് വളരെ സ്മൂത്തായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്, അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ബ്രിഡ്ജ് ബ്രോക്കൺ അറ്റ് x=a എന്ന് പറയുന്ന പോയിന്റിൽ ആ ബ്രിഡ്ജ് എന്ത് ചെയ്യണം, ബ്രോക്കൺ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പാലത്തിൻ്റെ എന്ത് പോയി, ആ ബ്രിഡ്ജിൻ്റെ കണ്ടിന്യൂറ്റി എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുകയാണ്, അല്ലേ. അപ്പോൾ x=a എന്ന് പറഞ്ഞ പോയിന്റിൽ അവിടെ എന്ത് ചെയ്യുന്നു, ബ്രിഡ്ജ് ബ്രോക്കൺ ആകുന്നു, നമ്മുടെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നു. അപ്പോൾ കണ്ടിന്യൂസ് എന്നുള്ള ആശയം അങ്ങനെയും എത്തിക്കും. ദെൻ എന്ത് ചെയ്യാം, നമുക്ക് അവരോട് ഡെഫിനേഷൻ കൊടുക്കാം, അല്ലേ. എന്താണ് നമ്മൾ കറക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന്, കണ്ടിന്യൂറ്റി എന്താണെന്നൊക്കെ പറഞ്ഞ് അവിടെ എന്ത് ചെയ്യാം, നമുക്ക് പ്രോബ്ലമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂറ്റി എന്നുള്ളൊരാശയം കുട്ടികളിലേക്ക് എത്തിക്കാമെന്ന് തോന്നുന്നു. ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ആശയങ്ങളോ ഒക്കെ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്ത് ചെയ്യും, ഉപകാരപ്രദമായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.